പേയ്മെൻറ്റ് ഗേറ്റ്വേ എങ്ങനെ നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോപ്പിഫൈയുടെ ഡാഷ്ബോർഡിൽ വന്നു പേയ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. പേയ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ സെർച്ച് ബൈ പ്രൊവൈഡർ, സെർച്ച് ബൈ പേയ്മെൻറ്റ് മെത്തേഡും ഉണ്ട്, സെർച്ച് ബൈ പ്രൊവൈഡറും ഉണ്ട്. സെർച്ച് ബൈ പ്രൊവൈഡർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റേസർ പേ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ഒരു ഇത് വരും. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റേസർ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ റേസർ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, റേസർ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് റേസർ പേയുടെ വെബ്സൈറ്റിലേക്ക് പോകും. checkout.racerpay.com/app ഷോപ്പിഫൈ സൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഐ ആം ആൻ എക്സിസ്റ്റിംഗ് യൂസർ, നമ്മൾ ജസ്റ്റ് ഐ ആം എക്സിസ്റ്റിംഗ് യൂസറിൽ കൊടുക്കുക. ദെൻ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ലോഗിൻ ചെയ്യാം. നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തു, ഇനി പാസ്വേഡ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പാസ്വേഡും കൊടുത്തു, ലോഗിൻ ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൻ്റെ ഓണറെ വിളിച്ചിട്ട് ഇത് വെരിഫൈ ചെയ്യാൻ പോവാണ്. 1 സെക്കൻഡ്. അപ്പോൾ നമ്മൾ OTP കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഷോപ്പിഫൈയിൽ റേസർ പേ പേയ്മെൻറ്റ് ഗേറ്റ് ആക്റ്റീവ് ആവും. നമുക്കിവിടെ ടെസ്റ്റ് മോഡ് എനേബിൾ ചെയ്തിട്ട് നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ടെസ്റ്റ് മോഡിൽ വർക്ക് ചെയ്യും. ഓക്കെ, ടെസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ പ്രോഡക്റ്റ് പ്രൈസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് മോഡിൽ വർക്ക് ചെയ്യും. ഇനി നമ്മൾ പ്രോഡക്റ്റ് പ്രൈസ് എല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ടെസ്റ്റ് മോഡ് ഓഫ് ചെയ്തിട്ട് സേവ് ടെസ്റ്റ് മോഡ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡീആക്ടിവേറ്റ് ചെയ്യുക. ദെൻ സേവ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാൻ ടെസ്റ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഷോപ്പിഫൈ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പിഫൈ ഓൺലൈൻ ഇ-കൊമേഴ്സ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാനിതിൻ്റെ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇത് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ സൈറ്റിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആക്റ്റീവായ സ്ഥിതിക്ക് നമുക്ക് അത് ചെക്ക് ചെയ്യണം ആക്റ്റീവ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇനി നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇനി ക്യാഷ് ഓൺ ഡെലിവറി വേണ്ട. നമുക്ക് ഇവിടുന്ന് ക്യാഷ് ഓൺ ഡെലിവറി എടുത്ത് കളയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി എപ്പോഴും റിസ്ക്കാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് പേയ്മെൻറ്റ് ഇ-കൊമേഴ്സിൽ നമ്മൾ മാക്സിമം ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമുക്കിവിടെ മാനുവൽ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ വീണ്ടും നമ്മൾ പേയ്മെൻറ്റ്സിൽ പോയി ഇവിടെ നമ്മുടെ ഇവിടെ റേസർ പേ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മളിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ പേയ്മെൻറ്റ് മെത്തേഡുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി. അത് ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ കിട്ടുന്നതിന് മുമ്പ് കൊടുത്തതായിരുന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിതിനെ ഡീആക്ടിവേറ്റ് ചെയ്യണം. ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ, ഇപ്പോൾ മാനുവൽ പേയ്മെൻറ്റ് മെത്തേഡ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദെൻ നമുക്കിനി നമ്മുടെ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ റേസർ പേ ആക്റ്റീവ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ വന്നു വ്യൂ ഓൺലൈൻ സ്റ്റോർ കൊടുത്തു. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് ലിസ്റ്റായി കാണാൻ പറ്റും. പിന്നെ ബൈ ഇറ്റ് നോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെക്കൗട്ടിൽ പോയാൽ ഇവിടെ നമുക്ക് റേസർ പേ സെക്യൂറായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഇവിടുന്ന് ക്യാഷ് ഓൺ ഡെലിവറി റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആര് ഓർഡർ ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും ഇനി കിട്ടുന്നത്. ഇവിടെ ജസ്റ്റ് പേന കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റേസർ പേ ഡാഷ്ബോർഡിലോ അതേപോലെ ഷോപ്പിഫൈയിലോ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ. അപ്പോൾ ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക്, അതായത് ഇ-കൊമേഴ്സ്, വെബ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റഗ്രേഷൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ. സോ അതേപോലെ തന്നെ ഞാൻ ഇ-കൊമേഴ്സ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇ-കൊമേഴ്സ് കോഴ്സും റൺ ചെയ്യുന്നുണ്ട്. അതിൽ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ